ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മീയ സംയമനം ഇവയാണ്. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. നമ്മിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം എന്തിനു വേണ്ടി എന്നെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത്? എത്രയോ തവണ ജീവിതവുമായി മല്ലിട്ട് നാം തോറ്റിരിക്കുന്നു. എന്നാൽ നമ്മൾ തോറ്റെടുത്തു നിന്ന് നമുക്ക് വിജയം തരുവാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ദൈവമക്കൾക്ക് ദൈവം അനുവദിച്ചു തരുന്ന പരീക്ഷയുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രമോഷൻ തരുവാനായി അവൻ തരുന്ന പരീക്ഷകൾ. നമുക്കറിയാം, ഒരു സ്കൂളിൻ്റെ അധ്യയന വർഷത്തിൻ്റെ അവസാനം പരീക്ഷ എഴുതാതെ പ്രമോഷൻ ഇല്ല എന്നുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകാവുന്ന പരീക്ഷകൾ. ദൈവം എന്തിനെന്നെ പരീക്ഷിക്കുന്നു എന്ന് നാം ചിന്തിക്കരുത്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നമ്മിലുള്ള പുതുക്കത്തിലൂടെ നമ്മിൽ നിന്നും കൂടുതലായി പുറപ്പെടുന്ന ദീർഘക്ഷമ എന്ന ഫലം നമുക്ക് ധാരാളമായി വേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ഉത്ഭവിപ്പിക്കുന്ന സഹിക്കുവാനുള്ള ശക്തി. പലവിധ ക്ലേശങ്ങളിലും പീഡനങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നാം എല്ലാവരും. നമ്മൾ ശാന്തതയിൽ സഹനങ്ങളെ നേരിടുവാനുള്ള മനക്കരുത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടോ? എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. എൻ്റെ കാര്യത്തിൽ ദൈവം നിശബ്ദനായിരിക്കുന്നു, അവിടുന്ന് ഇടപെടുന്നില്ല എന്ന് തോന്നുന്ന സമയം, ലോകം നമ്മെ എതിർക്കുമ്പോഴും പലവിധ പീഡനങ്ങളും ക്ലേശങ്ങളും നമ്മൾ ഏൽക്കേണ്ടി വരുമ്പോഴും ശാന്തതയിൽ ആ സഹനങ്ങളെ നേരിടുവാനുള്ള കഴിവ് നമ്മിൽ പുറപ്പെടുവിക്കുന്ന പരിശുദ്ധാത്മാവ്. വീണ്ടും ആ പുതുക്കത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന ഫലമാണ് ദയ. നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ആർദ്രമാക്കുകയും ദയ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ആവശ്യക്കാരുടെ അടുത്തേക്ക് പോകുവാനുള്ള മനസ്സ് തരുന്ന, അങ്ങനെയുള്ളവരെ കണ്ട് അവരോട് സംസാരിക്കുവാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കഴിവിനനുസരിച്ച് അവരെ സഹായിക്കുവാനുമുള്ള അലിവും നന്മയും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്. രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള മനസ്സ് കാണിക്കുന്ന, കുഞ്ഞുങ്ങളെ കരുതുവാനുള്ള മനസ്സ് കാണിക്കുന്ന, വൃദ്ധരോട് സംസാരിക്കുവാനും അവരെ താങ്ങുവാനുമുള്ള മനസ്സ് കാണിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കണം. അങ്ങനെ ആ ദയെന്ന ഫലം ധാരാളം പുറപ്പെടുവിക്കുന്ന നമ്മിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കുന്ന മറ്റൊരു ഫലമാണ് നന്മ, പരോപകാരം. നമ്മുടെ ചിന്തയിലും വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നന്മയുള്ളവരായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ കണ്ണുകളിൽ നന്മയായിട്ടുള്ളത് ചെയ്യുവാനും നന്മയിൽ സ്ഥിരപ്പെടുവാനും നമ്മെ കൂടുതലായി പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം. ആ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകം കൂടുതലായി നാം പ്രാപിക്കുവാനും അനുഭവിക്കുവാനും ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയവിചാരങ്ങൾ അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അവന് നമ്മിൽ പ്രവർത്തിക്കുവാൻ ഒതുങ്ങുന്ന വിധത്തിലായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.